പ്രിയപ്പെട്ടവരെ, ഇന്നാണ് നമ്മളെല്ലാം ആവേശത്തോടെ ഒരുപാട് ദിവസങ്ങളായി നോക്കിയിരുന്ന മുഹറം 10 ആശുറ, അതോടൊപ്പം വെള്ളിയാഴ്ച. ഈ രണ്ട് മഹത്വങ്ങൾ സമ്മേളിക്കുന്ന ഈ ദിവസത്തിൽ അള്ളാഹു ഒരു കൊല്ലത്തേക്ക് നമുക്ക് വേണ്ടത് മുഴുവൻ തരൂന്ന് മാത്രമല്ല, രോഗങ്ങളില്ലാത്തൊരു ജീവിതം നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. അതിന് അള്ളാഹു സൗഭാഗ്യം തരുന്നുണ്ട്. അതോടൊപ്പം ഒരു കൊല്ലത്തേക്ക് ആയുസ് ഉറപ്പ് പറയുന്ന, മരണം ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു ദുആ, പരിശുദ്ധമായ ദുആ, അതും മഹത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതടക്കമുള്ള ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട എളുപ്പം ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. നഷ്ടപ്പെട്ടാൽ ഒരു ദിവസമല്ല, ലൈഫ് ടൈം മുഴുവനും നഷ്ടമാകുന്ന കേസാണ്. മുടങ്ങരുത്, കേൾക്കാതെ പോകരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അള്ളാഹു സഹായിക്കട്ടെ. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശുറാഇൻ്റെ വെള്ളിയാഴ്ചയുടെ എല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ വരുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന അൽഹംദുലില്ലാഹ് എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഒരുപാട് മുഹറം 10 ദിവസങ്ങൾ, മുഹറം മാസം അള്ളാഹു നമുക്ക് ഓശാരമായി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കാതോർത്തിരുന്ന പൊരിശാക്കപ്പെട്ട മുഹറം 10 ആശുറായിൻ്റെ ദിവസം, അതോടൊപ്പം വെള്ളിയാഴ്ച. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അത്ഭുതകരമായി നൽകുന്നൊരു അസുലഭ നിമിഷമാണ്. ഈ സന്ദർഭം പ്രിയപ്പെട്ടവരെ എത്ര പോരിശയിലപ്പം നമ്മൾ നിൽക്കുന്നത്, അതിന് തന്നെ അള്ളാഹുവിനോട് എത്ര ഹംദ് പറയണം. ഞാൻ പറയാം നിങ്ങളോട്, ഇന്നത്തെ ദിവസത്തിലേക്ക് ഹയാത്ത്, ജീവിതം നമുക്ക് അള്ളാഹു ആരോഗ്യം അവസരം നൽകിയതിന് അള്ളാഹുവിനോട് മിനിമം ഒരു 500 തവണ അൽഹംദുലില്ലാഹി 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 മനസ്സറിഞ്ഞ് പറയണം. മനസ്സറിഞ്ഞ് ഇന്നൊരു 500 വട്ടം അൽഹംദുലില്ലാ പറയാൻ കഴിയണം. പറയൂല്ലേ നിങ്ങൾ അൽഹംദുലില്ലാ? ഒന്ന് കമൻറ്റിൽ വരണം. ഉസ്താദേ, സന്തോഷകരമാണ്, ഞങ്ങളത് പറഞ്ഞവരാണ്. വലിയ നിഅമത്താണ്. കാരണം ഇത് കിട്ടിയതിനുള്ള നിഅമത്ത് അള്ളാഹിനെ ബോധിപ്പിക്കണ്ടേ? എന്ന് പറ, നിങ്ങൾ പറ, അള്ളാഹിനോട് പറയണ്ടേ, അല്ലാഹുവേ ഈ ദിവസത്തിലേക്ക് ഞങ്ങൾ നീ കൊണ്ടുവന്നല്ലോ. ഇന്നലെ രാത്രി മരിച്ചുപോയ ആളുകൾ എത്രയാണ്? ഇന്ന് നേരം വെളുത്തിട്ട് ഈ ദിവസം പൂർത്തീകരിക്കാൻ പറ്റാതെ മരിച്ചുപോയ കുഞ്ഞു മക്കൾ എത്രയാണ്? പത്രം എടുത്ത് നോക്ക്, വാർത്ത പരിശോധിക്കുക. അള്ളാഹു അവസരം തന്നതിന് അൽഹംദുലില്ലാ. അതോടൊപ്പം ഈ പരിശുദ്ധമായ ദിവസം ഏറ്റവും പോരിശെന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ള സകല അത്ഭുതങ്ങളും നടന്നത് എത്രത്തോളം? ഈ ഭൂമി തന്നെ മുഹറം 10 അത്ഭുതമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഭൂമി തന്നെ മുഹറം 10 അത്ഭുതമാണ്. ഈ പരിശുദ്ധമായ ആശുറാഇൻ്റെ ദിവസം, വെള്ളിയാഴ്ചയും കൂടെ സമ്മേളിച്ച ഈ പവറാർജിച്ച ദിവസം, അതിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹു ഈ ഭൂമിയെ പടയ്ക്കാൻ, ആദം നബിയെ പടയ്ക്കാൻ, സ്വർഗം പടയ്ക്കാൻ, സ്വർഗത്തിലേക്ക് ആദം നബി ആദ്യം പ്രവേശിപ്പിക്കാൻ, അങ്ങനെ തിരഞ്ഞെടുത്ത സകല നിഅമത്തുകൾക്കും അള്ളാഹു തിരഞ്ഞെടുത്ത് മുഹറം 10 മാത്രമല്ല, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് കിതാബിൽ കാണാം. അപ്പോൾ മുഹറം 10 നമുക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയാൽ ഈ ഒരു പവറില്ല. വെള്ളിയാഴ്ച തന്നെ ആയപ്പോൾ അള്ളാഹു വച്ചിരിക്കുന്ന മുഴുവൻ എഫക്റ്റും കിട്ടി. കാരണം അള്ളാഹു ലോകം പടച്ച, ആകാശഭൂമികളെ പടച്ച ദിവസം എന്ന മുഹറം 10 വെള്ളിയാഴ്ചയാണ്. അതപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ സൗഭാഗ്യമാണ്. ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ ഈ മഹത്തരമായ മുഹറം 10 ആശുറാഇൻ്റെ ദിവസത്തിൻ്റെ അള്ളാഹിൻ്റെ സെലക്ഷൻ ഒന്ന് കാണണോ? നമുക്ക് എത്ര എണ്ണി പറയാൻ പറ്റും. അള്ളാഹു ലൗഹ്, ഖലം, കുർസ്, അർശ്, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിക്കുന്നത്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതിൻ്റെ എല്ലാം സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്യുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 ആശുറാ ദിവസമാണ് ആകാശഭൂമികളെ പടയ്ക്കുന്നത്, ഈ ദുനിയാവിനെ പടയ്ക്കുന്നത്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മലക്കുകളെയും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബർത്ത്ഡേ, ജനന ദിവസം എന്ന മുഹറം 10, മലക്കുകളുടെ ജനന ദിവസം എന്ന മുഹറം 10. അങ്ങനെ അത്ഭുതകരമായ സംഗതികൾ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്, അവിടുത്തെ ജനനം മുഹറം 10. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മുഹറം 10. സ്വർഗം അള്ളാഹു പടയ്ക്കുന്നത് മുഹറം 10. അതേപോലെ തന്നെ സയ്യിദനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്, ജലപ്രളയം രക്ഷപ്പെടുത്തുന്നത് മുഹറം 10. അങ്ങനെ എണ്ണി നോക്കിയ തീരുവ മൂസാ നബിക്ക് തൗറാത്ത് ലഭിച്ചു മുഹറം 10. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി മുഹറം 10. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരെയും ആകാശത്തേക്ക് ഉയർത്താൻ വേണ്ടി സെലക്ഷൻ ചെയ്തത് മുഹറം 10. അള്ളാഹു സെലക്ട് ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജയിൽ മോചിതനാക്കുന്ന മുഹറം 10.
എമ്പാടും കാണാൻ പറ്റും. യാക്കൂബ് നബി സ്വലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. ഈസാ നബി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് മുഹറം 10-നാണ്. അത്ഭുതങ്ങൾ എണ്ണിയാൽ 10ഉം 15ഉം അല്ല, ഒരുപാട് മഹത്വങ്ങൾ, വെറൈറ്റി പ്രത്യേകതകൾ ഈ പരിശുദ്ധമായ ദിവസത്തിൽ. സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമിന് അധികാരം കിട്ടുന്നത്, ആദ്യമായി ലോകത്ത് മഴ പെയ്യുന്നത് മുഹറം 10-നാണ്. ഇനി വേറെന്താ പറയേണ്ടത്? അതേപോലെ ആദ്യമായി അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നത് മുഹറം 10-നാണ്. സ്വർഗം അള്ളാഹു സൃഷ്ടിക്കുന്ന മുഹറം 10-നാണ്. ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയ അള്ളാഹു തുടക്കം കുറിച്ച് മുഹറം 10-ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സ് വച്ചാൽ ഈ മുഹറം 10-ന് ഇത്ര പോലീശുള്ള ദിവസമായിട്ടും ഒന്ന് തറാവി നിസ്കരിക്കുന്ന അള്ളാഹ് പറഞ്ഞോ? ഇല്ല, അത് റമദാനിൽ മതി. അത്രയൊന്നും കഷ്ടപ്പാടില്ല. മനസ്സറിഞ്ഞ് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പോലീശയും കിട്ടാൻ വേണ്ടി നമ്മൾ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാം. ഒന്നാമത്തെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇന്നത്തെ നോമ്പിൻ്റെ പവറിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നത്തെ പരിശുദ്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂലിയാണ്. 60 കൊല്ലം പകൽ നോമ്പും രാത്രി നിസ്കാരവും, അത്രയും ഇബാദത്തിൻ്റെ കൂലി അല്ലാഹു നൽകുമെന്നും യുകഫിറു സനത്തൽ മാളിയ്യ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ സകല പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നും ലം യദിരിബിൽ മൗത്ത്, മരണം അറിയില്ല, മരണവേദനയില്ലാതെ മരിക്കാൻ പറ്റുമെന്നും മുഴുവൻ ഉമ്മത്ത് മുഴുവൻ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഇബാദത്തിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നും ഇതെല്ലാം പ്രിയപ്പെട്ടവരെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യം ഓടിച്ചെന്ന് പറഞ്ഞു പോകാം. ഈ മഹത്വങ്ങളൊക്കെ എത്ര വലുതാണ്, നമുക്ക് കിട്ടങ്ങനെ കേട്ടുപോയി, പഠിച്ചോനെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഇത്ര മഹത്വം മുഹറം 10-ന്, ഭയങ്കര സംഭവമായി പോയിട്ടോ എന്ന് പറഞ്ഞു പോയാൽ ഒരു മഹത്വം നമുക്ക് കിട്ടൂല. പിന്നെയോ നമുക്ക് കിട്ടാൻ എന്താ മാർഗം? ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ഫസ്റ്റ് വൺ, ഇന്നത്തെ ദിവസത്തിൽ വെള്ളിയാഴ്ച കൂടെ അല്ലേ, ഓർക്കണം നമ്മൾ കരീമിൽ ജുമാക്ക് മുമ്പ് തന്നെ ഒരു 70 വട്ടം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. അങ്ങനെ തന്നെ അല്ലാഹുവേ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് നീയാണ്, എനിക്ക് നീ മതി റബ്ബേ, സഹായിക്കാനും ഏറ്റവും നല്ലത് നീയാ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് 70 വട്ടം മനസ്സറിഞ്ഞ് പറയണം. എന്നിട്ടോ ഒരു 3 വട്ടം ഒരു ദിക്ർ, ഒരു ദുആ നമുക്ക് പറയാനുണ്ട്. ആ ദുആ ഒരു 3 വട്ടം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗഭാഗ്യം മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമുമാർ മഹത്തുക്കൾ രേഖപ്പെടുത്തി ഞാൻ എടുത്തു തരിക, എൻ്റെ വകയായിട്ടൊന്നുമില്ല. അവർ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മഹാന്മാർ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ പറഞ്ഞത്? ഈ ദുആ ചെയ്യുന്ന ആളുകൾ, അതായത് 3 വട്ടം മനസ്സറിഞ്ഞ് ഏകാഗ്രതയോടെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിയിട്ട്, വേറെ ഒരു ചിന്തയില്ല, അള്ളാഹിനെ മാത്രം കരുതിയിട്ട് നല്ല ഇഖ്ലാസോടെ ചൊല്ലാൻ എല്ലാവർക്കും പറ്റും. നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റൂലേ? അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ടുപോയി നിസ്കരിക്കാൻ എത്ര ആൾക്ക് പറ്റും? റയറാണത്. എന്ന് പറയും പോലെ ഇത് മനസ്സറിഞ്ഞ് ചൊല്ലാൻ 3 വട്ടം ചൊല്ലാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അല്ലാത്തവന് ഇത് പറ്റൂല. അല്ലാത്തവർക്ക് ഇത് മനസ്സറിഞ്ഞ് ചൊല്ലാൻ പറ്റൂല. ഇങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു വർഷം അവർക്ക് മരണം ഉണ്ടാവില്ല. ഒരു വർഷത്തേക്ക് ദീർഘായുസ്, അടുത്ത വർഷം വരെ ഇതിനിടയിൽ മരണമില്ലാത്തവർക്ക് ഇത് ചൊല്ലാൻ പറ്റുള്ളൂ ആത്മാർത്ഥമായിട്ട് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമായ ദുആ മനസ്സറിഞ്ഞൊരു 3 വട്ടം ചൊല്ലണം. എന്താണ് ആ ദുആ? ആ ദുആയിൽ എന്താ പറയുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചെറിയ ദുആയാണ്. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജാ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. എന്താ ഈ ദുആയിൽ പറയുന്നത്? എന്താ? ബിസ്മിയും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ അശ്ശഫഇ വൽ വത്ർ വഅദദ കലിമാതിഹി താമ്മാതി കുല്ലിഹാ. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധത, അള്ളാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വലിയ പ്രകീർത്തനങ്ങളാണ്.
പ്രകീർത്തനത്തിൻ്റെ പടപ്പാട്ട്, വലിയ ബഹുമാനം, ആദരവ്, അള്ളാഹുവിന് ഒരുപാട് എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്ര സുബ്ഹാനല്ലാഹ് ഞാൻ ചൊല്ലുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കാൻ, അസ്അലുക സലാമത്ത കുല്ലഹ, മുഴുവൻ സലാമത്തും, ആരോഗ്യവും ജീവിതവും സമ്പത്തും മക്കളും കുടുംബവും ഇടപാടും വാഹനവും വണ്ടി വാഹനവും ജോലിസ്ഥലവും എല്ലാം സകലതും എല്ലാറ്റിൻ്റെയും സലാമത്ത് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ. എങ്ങനെ ചോദിക്കാം? ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ, അർഹമർ റഹീമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എനിക്ക് ഒരു കഴിവില്ല, നീ എന്നെ സഹായിക്കാതെ എനിക്ക് ഒന്നും പറ്റൂല അല്ലാ, എനിക്ക് നീ മതി, വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നീ മതി റബ്ബേ, എന്നെ സഹായിക്കണം അല്ലാ. ഇത് മനസ്സറിഞ്ഞ് 3 വട്ടം ഒരു സ്വലാത്തും കൂടെ സ്വല്ലല്ലാഹു തആല അലാ നബിയിനാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ അജ്മഈൻ. അൽഹംദുലില്ലാഹ്. ഇതൊരു 3 വട്ടം മനസ്സറിഞ്ഞ് പറയാൻ ഇന്ന് തയ്യാറാണോ? മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് പറയണം. ഇതിന് നിസ്കാരം പറ്റാത്ത മൂമെൻ്റുണ്ട് സഹോദരിമാർക്ക്, ഒന്നും തടസ്സമല്ല. ഇത് മനസ്സറിഞ്ഞ് ചൊല്ലാത്തവർ നമ്മുടെ അൻവാർ ഹഫീദിൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഈ ക്ലാസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ചൊല്ലട്ടെ പ്രിയപ്പെട്ടവരെ. ഇവർക്ക് ഒരു കൊല്ലത്തേക്ക് ആയുസ് അള്ളാഹു കൊടുക്കും, ആരോഗ്യം കൊടുക്കും, എല്ലാ കാവലും അവർക്കും കുടുംബത്തിന് അള്ളാഹു കൊടുക്കും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, തൗസിയത്തു അൽ അയ്യാൽ, കുടുംബത്തിന് വിശാലത, നല്ല ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം, മറ്റു സൗകര്യങ്ങളൊക്കെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുക്കുക, സ്വന്തത്തിനും ചെയ്യുക. ഇന്ന് പിശുക്ക് കാണിക്കരുത്. ഇന്ന് പിശുക്ക് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടാതാവും. ഇന്ന് നമ്മൾ ആവശ്യമാക്കിയാൽ അള്ളാഹു ഒരു കൊല്ലത്തേക്ക്, അങ്ങനെയാണ് മൻ വസ്സഅല അയ്യാലിഹി, ഒരാൾ സ്വന്തം ശരീരത്തിനും കുടുംബത്തിനും വിശാലമായിട്ട് ഇന്ന് ഭക്ഷണവും സൗകര്യവും ചെയ്തു കൊടുത്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറസന, കൊല്ലത്തിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ദിവസവും അള്ളാഹു ഇങ്ങോട്ട് വിശാലമായി നമുക്ക് വാരിക്കോരിത്തരുമെന്ന് പുണ്യനബിയാണ് പറയുന്നത്. സ്വല്ലല്ലാഹു വഹീൻ്റെ വാക്കാണ്. ഇത് മാറൂല, എക്സ്പയറി ഡേറ്റ് ഇല്ല. മനസ്സറിഞ്ഞ് ഇന്ന് ചെയ്യുക. കുട്ടികളെ സന്തോഷിപ്പിക്കുക. കുഞ്ഞു കുട്ടികളില്ലേ, ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചു തുടങ്ങാതെ കുഞ്ഞു കുട്ടി, അവർക്ക് നല്ല ടോയ്സൊക്കെ വാങ്ങി കൊടുക്കുക. ഇന്ന് സന്തോഷിപ്പിക്കണം. ഇന്ന് ചിലവ് ചെയ്തോളൂ, അള്ളാഹു ചിലവ് ചെയ്യും എന്ന് കരുതിയിട്ട് വെറുതെ നശിപ്പിച്ച് കളയണമെന്നോ ഇല്ലാത്ത കടം വാങ്ങണമെന്നല്ല പറയുന്നത്. കയ്യിലുള്ളതുപോലെ ചിലവ് ചെയ്യുക. പാവപ്പെട്ടവരെന്ത് ചെയ്യുക? അവരെ കഴിവുകൾ ചിലവ് ചെയ്യുക. പിന്നെ മക്കളോടും കുടുംബത്തോടും നല്ല മനസ്സ് തുറന്ന് വിശാലമായ മനസ്സോട് സംസാരിക്കുക, നല്ല പെരുമാറ്റം. അതൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, സ്വതക്ക ഹദിയ, ദാനധർമ്മങ്ങൾ. ഹദിയ കൊടുക്കുക. ഇന്ന് ഹദിയ കൊടുക്കുക എത്ര സൗകര്യമുണ്ട്. എത്ര അകലെയുള്ള ആൾക്കും ഹദിയ കൊടുക്കുക, അടുത്തുള്ള ആൾക്കും കൊടുക്കുക. സൗകര്യം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഹദിയ ഒരു ഒരു കൊല്ലം മുഴുവനും സമ്പാദ്യം വാരിക്കോരി കൊടുത്ത കൂലിയാണ് ഇന്ന് ലത്തായിഫിലൊക്കെ കാണാം. നിസ്സാര സംഗതിയല്ല, ഒരു കൊല്ലം സ്വതക്ക ചെയ്ത കൂലി. നീ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. നാലാമത്തെ ഒരു കാര്യം, അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഒരു വിശ്വാസിനി 100 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇന്ന് ഓതി തീർത്താൽ മഗ്രിബിന് മുമ്പായി, അൽഹംദുലില്ലാഹ്, അല്ലാഹു നളറ റഹ്മാനു ഇലൈഹി, റഹ്മാനായ അല്ലാഹു റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് അവനെ നോക്കും. അല്ലാഹു കാരുണ്യം കൊണ്ട് അവരെ നോക്കൂത്രേ. വമൻ നളറ റഹ്മാനു ഇലൈഹി ലാ യുഅദിബുഹു അബദ, റഹ്മാനായ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഒരാളെ നോക്കിയാൽ അവന് ഒരിക്കലും അദാബുണ്ടാവില്ല. ഈ ലോകത്തെ അദാബില്ല, ഖബറിലും അദാബില്ല, നാളെ പാരത്രിക ലോകത്തെ അദാബില്ല. എന്ന് പറഞ്ഞാൽ നരകമില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് 100 ഖുൽ ഹുവല്ലാഹു അഹദ് മഗ്രിബിന് മുമ്പായി. എത്ര മിനിറ്റ് വേണം പ്രിയപ്പെട്ട? ഒന്ന് ആലോചിച്ച് നോക്കി. 100 ഖുൽ ഹുവല്ലാഹു എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് പോട്ടെ എന്നല്ല, എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് മതിയല്ലോ. മനസ്സറിഞ്ഞ് നോത് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഓതണം, എല്ലാവരും ഓർക്കാതെ ചെയ്യണം. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം എന്ത് ചെയ്യുക? മഹാന്മാരെ, നമ്മുടെ ഉസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ട്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അൻതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് കഴിയുമെങ്കിൽ ഒരു 1000 വട്ടം ഓതിയാൽ വളരെ നല്ലതാണ്, ഫലം കിട്ടും. ഒരുപാട് ഗുണങ്ങൾ ഇത് ഓതിയാൽ കിട്ടുന്ന ആയത്താണ്. ഇനി 5ാമത്തെ ഒരു കാര്യം, തൗഹീദിൻ്റെ ദിക്റാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് ഒരു 100 വട്ടം, കഴിയുമെങ്കിൽ 1000 വട്ടം നല്ലതാണ്. കഴിവിൻ്റെ പരമാവധി. വലിയ ബഹുമാനമാണ്. തെറ്റുകളൊക്കെ കരിഞ്ഞു പോകുന്ന നന്മയാണ്, വലിയ പുണ്യമാണ്. 6ാമത്തെ കാര്യം ദുആ ചെയ്യലാണ്. ഇന്ന് വെള്ളിയാഴ്ച കൂടെയല്ലേ. അപ്പോൾ ഇന്ന് ജുമാക്ക് മുമ്പായിക്കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാം. ജുമാസ്കാരം കഴിഞ്ഞ് ചോദിക്കാം. സഹോദരിമാർക്ക് ദുഹറിന് മുമ്പ് ചോദിക്കാം, ദുഹർ കഴിഞ്ഞിട്ട് ചോദിക്കാം. കൃത്യസമയത്ത് ദുഹർ സ്വീകരിക്കണം. ഇന്ന് നോമ്പുറക്കാനുള്ള മറ്റു തിരക്കുകൾ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഫസ്റ്റ് ഒന്നാമത്തെ അവ്വൽ വക്കത്തിൽ ബാങ്ക് കൊടുത്താൽ സുന്നത്ത് സ്വീകരിക്കുക, ദുഹർ സ്വീകരിക്കുക. സഹോദരിമാർ ഒട്ടും വൈകരുത്. എന്നിട്ട് പരമാവധി നമ്മൾ ഇത്തരം നന്മകളൊന്നും പോകാതെ
ചൊല്ലാനുള്ളതും ഓതാനുള്ളതൊക്കെ ഓതി കൊടുക്കുക. എന്നിട്ടോ കുടുംബക്കാർക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ വിശാലമായിട്ട് കഴിവിൻ്റെ പരമാവധി. ഇന്ന് ഉമ്മമാരുടെ കഴിവ്, ഉമ്മമാരുടെ കൈപുണ്യം നമ്മുടെ വീട്ടുകാർ അനുഭവിക്കണം. പരമാവധി ടേസ്റ്റി ആയിട്ട് ഫുഡ് അതൊരു ബറക്കത്താണ്. എല്ലാം വാങ്ങിക്കൊണ്ട് വന്നോട്ടെ, നമ്മുടെ പുതിയാപ്പള നമ്മുടെ ഭർത്താവ് വാങ്ങിക്കൊണ്ട് വന്നോട്ടെ, മക്കൾ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ മനോഹരമായൊരു വെറൈറ്റി ഫുഡ് നമ്മുടെ വീട്ടിലുണ്ടാകും, സാധാരണ ഉണ്ടാക്കാത്ത, അത് മക്കൾക്ക് സന്തോഷമായിരിക്കണം. ആ ഒരു ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെക്കണം. എന്താണ് അവർ ഇത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടപ്പെട്ട ഒരു വിഭവം, എന്നിട്ട് അവർക്ക് ഒരു സർപ്രൈസായിട്ടൊക്കെ നമ്മൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഇന്നത്തെ ഉമ്മമാരുടെ അടുക്കളയിലെ അധ്വാനം, ചെറിയ അധ്വാനാണെങ്കിലും ഒരു കൊല്ലത്തേക്ക് അള്ളാഹു അധ്വാനം നൽകുന്നതാണ്. കുടുംബത്തിന് വിശാലമായി എന്ന് പറഞ്ഞാൽ ഉമ്മമാരും കൂടെ ഹെൽപ്പ് ചെയ്യാതെ കുടുംബം വിശാലാകില്ല. അവരുടെ വലിയൊരു പങ്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വലിയ പുണ്യമാണ്. ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഇബാദത്താണ്, സുന്നത്തും കൂടെയാണ്. അത് ചെയ്തു കൊടുക്കുക, ആ കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുആ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, ചേർത്തി പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹുവേ, ഈ മുഹറം 10 ആശൂറാ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ചയുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നിന്നോട് ഞാൻ ഇന്ന കാര്യം ചോദിക്കുകയാണ്. എന്തും ചോദിക്കാം, അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോളി, എന്തും ചോദിക്കാം. അത്ഭുതകരമായ ഇജാബത്ത്. എണീറ്റ് നടക്കൂലാതെ ചുമ്മാ തളർന്നു കിടന്ന മനുഷ്യൻ നിസ്സാര സമയം കൊണ്ട് എണീറ്റ് ഓടി നടന്ന കിതാബിൽ കാണാൻ ചരിത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ചോദിച്ചതാ. അത്ഭുതകരമാണ്. രാജാവ് പോലും ആളെ കാണാൻ വന്നു എന്നൊക്കെ കാണാം. വലിയ സൗഭാഗ്യമാണ്. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി 7ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കുക. 7ാമത്തെ കാര്യം എന്താ? നല്ല ശുദ്ധമായ റോസ് വാട്ടർ, പനിനീർ വെള്ളം നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം കഴിയുമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ നല്ല പ്യൂർ പനിനീർ വാട്ടർ, അത് പറയണം, ഇത് കുടിക്കാനകത്ത് കഴിക്കാനുള്ളതാണ്, ഒരു മരുന്ന് പോലെ ഉപയോഗിക്കാനുള്ളതാണ്, ചുമ്മാ ശരീരത്ത് അപ്ലൈ ചെയ്യാനുള്ള മാത്രമല്ല, അകത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അത്രേ പിന്നെ പ്യൂറായിട്ടുള്ള പനിനീർ വാട്ടർ, റോസ് വാട്ടർ നമ്മൾ വാങ്ങാം. അത് സംഘടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധമായ ഖുർആനിൻ്റെ ഖുർആൻ്റെ ഉമ്മ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു ഷിഫ, രോഗം മാറ്റുന്ന സൂറത്ത്, ആ സൂറത്തുൽ ഫാത്തിഹ ഒരു 7 വട്ടം ബിസ്മി ഉൾപ്പെടെ ഓതിയിട്ട് അതിലേക്ക് മന്ത്രിക്കുക. ചില ഉദ്ധരണികളിൽ 41 വട്ടം എന്ന് കാണുന്നുണ്ട്. കഴിയുമെങ്കിൽ ഒരു 10 വട്ടം സൂറത്തുൽ ഫാത്തിഹ 10 പ്രാവശ്യം ഓതാൻ എത്ര നേരം വേണം നമുക്കറിയാം. അങ്ങനെ ഒരു 4 വട്ടം 40 വട്ടം 41 സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഓരോ 10 കഴിയുമ്പോഴും ഊതി മന്ത്രിച്ചോളൂ, കുഴപ്പമില്ല. മിനിമം 7, 41 വട്ടം എന്ന് പറയുമ്പോൾ പ്രയാസം കണ്ട, മിനിമം 7 മതിയാകും. 41 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വർത്താനില്ല, ഭയങ്കര എഫക്റ്റായിരിക്കും. അത് ഓതി ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, എല്ലാവരും കൂടെ ഓരോരുത്തരും ഉള്ളിടത്ത് ചെയ്യേണ്ട. വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, മക്കളോ മാതാപിതാക്കളോ ചെയ്താൽ മതി. അങ്ങനെ തെറ്റുകൂടാതെ ഓതി മന്ത്രിച്ചിട്ട് അതിലേക്ക് മന്ത്രിച്ചിട്ട് ആ വെള്ളം കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് മുഖത്തും തലയിലും കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പുരട്ടി കൊടുക്കുക. കുറച്ച് കുടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുടിക്കുക. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലം യംറദ് തിൽക്കസന, ആ ഒരു കൊല്ലം മുഴുവനും അവർക്ക് മാരക രോഗങ്ങൾ, ചുമ്മാ പനി തലവേനയല്ലേ പറയുന്നത്, മാരക രോഗങ്ങൾ, ആന്തരിക ബാഹ്യ രോഗങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആ ഒരു നന്മ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പകർച്ചവ്യാധികൾ, ഇനി എന്തൊക്കെ വൈറസ് ഇവിടെ കിടന്ന് കറങ്ങിയാലും നമ്മുടെ ബോഡിയിലേക്ക് കയറാതെ അള്ളാഹു ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, ഇമ്മ്യൂണിറ്റി അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്ന് വല്ല മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. വലിയ സൗഭാഗ്യമാണ്. ഒരു കൊല്ലത്തേക്ക് കാവൽ കിട്ടുന്ന വലിയൊരു ഭാഗമാണിത്. കഴിവിൻ്റെ പരമാവധി ചെയ്യുക. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, നാളെയും സുന്നത്ത് നോമ്പുണ്ട്. മുഹറം 11 നാളെ ശനിയാഴ്ച. അപ്പോൾ ഇന്നത്തെ രാത്രി നീയത്തി വെക്കുക, കഴിവിൻ്റെ പരമാവധി പിടിക്കാൻ വേണ്ടി നോക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇന്നത്തെ ദിവസത്തിൽ പരസ്പരം സന്തോഷവും സ്നേഹവും, ഇന്ന് ദുഃഖങ്ങളില്ല, ടെൻഷനില്ല, ഡിപ്രഷനില്ല, വഴക്കില്ല, വക്കാണില്ല, വലിയ സന്തോഷം. ഇന്ന് കുടുംബക്കാരെ പോയി സന്ദർശിച്ചു, അവർക്ക് നോമ്പോർക്കാനുള്ള ഈത്തപ്പഴമൊക്കെ വാങ്ങിക്കൊടുത്തു. ഭയങ്കര സൗഭാഗ്യമാണ്. കുടുംബത്തിൽപ്പെട്ട മക്കൾക്കൊക്കെ മധുരമൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ പുണ്യമാണ്. കഴിവിൻ്റെ പരമാവധി ഇന്ന് സന്തോഷമായാൽ ഒരു കൊല്ലത്തേക്ക് അള്ളാഹു സന്തോഷം തരും.
എല്ലാവരും ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നിൻ്റെ ഈ സന്തോഷം മുഴുവൻ ജീവിതത്തിലെ മുഴുവൻ സന്ദർഭങ്ങളിലും സന്തോഷിക്കാൻ, മരണനേരത്തും ഖബറിലും നാളെ സ്വർഗ്ഗത്തിലും സന്തോഷിക്കാൻ അല്ലാഹു സബബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله